ഈ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകളെ ശത്രുക്കളാണ് കുറേ പേര് ഇറങ്ങി തിരിച്ചിരിക്കുക. വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം എന്ന് പറയുന്നത് 1950 അല്ലേ വഖഫ് ചെയ്തു കൊടുത്തു എന്നാണ്. ഒരാൾ ഈ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു കൊടുത്തു. അപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ആയി പ്രോപ്പർട്ടിയാണ്. ഞാൻ പറയുന്നു അത് വഖഫ് ചെയ്ത് കൊടുത്ത ആ ഈ ഡീഡ് തന്നെ, ആ പ്രമാണം തന്നെ വഖഫ് ആക്ടിന് വിരുദ്ധമാണ്. ചെയ്യാൻ പറ്റില്ലത്. കാരണം അതിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഈ ഫറൂഖ് കോളേജിൽ ഇത് വഖഫ് ചെയ്തിരുന്നു, നിങ്ങളിത് ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് തിരിച്ചു തരണം എന്നാണ് ഇതിലൊരു കണ്ടീഷൻ. ഞങ്ങൾക്കത് കൊടുത്ത ആളുകൾക്ക് തിരിച്ചു തരണം എന്നാണ് കണ്ടീഷൻ. അങ്ങനെ ഒരു വഖഫില്ല. വഖഫ് നിയമത്തിൽ പറയുന്നത് ഒരാൾ ഏതെങ്കിലും കാര്യം, ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്ത് കൊടുത്താൽ അത് പെർമനന്റ് ആണ്, മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പൊ ഈ ആദ്യത്തെ ഈ ആധാരം തന്നെ, ഈ വഖഫ് കൊടുത്തിരിക്കുന്ന ഈ ആധാരം തന്നെ വഖഫ് ആക്ടിന് വിരുദ്ധമാണ്. അത് വഖഫല്ല. ഫസ്റ്റ്. രണ്ടാമത് ഉള്ള അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ്, അതിനു മുമ്പേ ഇവിടെ താമസിക്കുന്നവരാണ്. ഈ വഖഫ് നടത്തുമ്പോഴും ഇവിടെ നിങ്ങളുടെ പൂർവികർ ഇവിടെ താമസിക്കുകയാണ്, നിങ്ങളുടെ പൊസഷനിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭൂമിയിലാണ്. ആ ഭൂമിയിൽ ശരിക്ക് ആരെയാണ് പുറത്താക്കാൻ വഖഫ് നിയമം പറയുന്നത്? എൻക്രോച്ചേഴ്സ്, അതായത് കടന്നു കയറിയ ആളുകൾ. വഖഫ് പ്രോപ്പർട്ടി ആയതിനു ശേഷം ആ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരുമല്ലോ, കയ്യേറ്റക്കാർ വരുമല്ലോ, പല ഭൂമിയും കയ്യേറുമല്ലോ ആളുകൾ. ഭൂമി കയ്യേറും, സർക്കാരിൻ്റെ ഭൂമി കയ്യേറും, പുറമ്പോക്ക് ഭൂമി കയ്യേറും, പഞ്ചായത്തിൻ്റെ ഭൂമി കയ്യേറും, സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറും, ദേവസ്വത്തിൻ്റെ ഭൂമി കയ്യേറും, വഖഫിൻ്റെ ഭൂമി കയ്യേറും. ഇങ്ങനെ കയ്യേറും. ആ കയ്യേറ്റക്കാരെയാണ് ഒഴിപ്പിക്കാൻ ഉള്ള നിയമമുള്ളത്. ഇവിടെ കയ്യേറ്റക്കാരില്ല. കാരണം നിങ്ങളുടെ പൂർവികർ ഈ വഖഫ് എന്ന് പറയുന്ന 1950 ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ താമസക്കാരാണ്. ശരിയല്ലേ? അതിന് മുമ്പ് തന്നെ താമസക്കാരാ. അതുകൊണ്ട് 1950 ഈ വഖഫ് ചെയ്തു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒന്നല്ല. രണ്ട് പോയിന്റ് ധൈര്യമായിട്ടിരുന്നോ നിങ്ങൾ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാ പറഞ്ഞത്. ഒരു കാരണവശാലും നിൽക്കില്ല. വഖഫ് നിയമം അനുസരിച്ച് അത് നിൽക്കില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ പ്രശ്നം വേറെ പ്രശ്നമാണ്. അത്